ഈ കടൽ മണൽ ഖനനത്തിനെതിരെ ശക്തമായി എതിർക്കുന്ന ഒരു ജില്ലയാണ് കൊല്ലം ജില്ല. കൊല്ലം ജില്ലയുടെ പരപ്പിൽ വെച്ചാണ് ആദ്യം ഈ കടൽ ഖനനം ആരംഭിക്കുക എന്നാണ് പറയുന്നത്. പക്ഷേ കൊല്ലം വടക്കും കൊല്ലം തെക്കും ഇതിനെ ശക്തമായി തന്നെ എതിർക്കും. കൊല്ലം വടക്കും തെക്കും മാത്രമല്ല, കൊല്ലത്തെ ഓരോ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ എതിർക്കുന്നതിന് വേണ്ടി മുന്നോട്ടെത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഇത് കോർപ്പറേറ്റുകൾക്ക് വിട്ടു. മത്സ്യസമ്പത്തിനെ കാര്യമായി ബാധിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ ഈ കടലിനെ മാറ്റാൻ അനുവദിക്കില്ല. അതായത് കടൽ കൊണ്ട് ജീവിക്കുന്നവരാണ്. തങ്ങളുടെ ജീവിത മാർഗത്തിനും കടലിനും എന്തെങ്കിലും ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ അതിനെ ശക്തമായി എതിർക്കുമെന്ന് തന്നെയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ നമ്മളോട് പറഞ്ഞത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുറംകടലിലാണ്. ഈ കടലിൽ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമാണ്. ഒരു നേരം മത്സ്യത്തൊഴിലാളികൾ എന്തൊക്കെ അനുഭവിക്കുന്നു, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതെന്ന് നമ്മൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ചേട്ടാ, ഈ കടൽ മണൽ ഖനനത്തിന് എങ്ങനെയായിരിക്കും നിങ്ങൾ ഇതിനെ എതിർക്കുക? കൊല്ലത്താണ് ആദ്യം തുടങ്ങുന്നത്, അത് പരപ്പിൽ. അതെ, അതായത് ഈ മണൽ ഖനനം കൊണ്ട് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ കടലിൻ്റെ അടിത്തട്ട് മുഴുവൻ എന്ത് ചെയ്യും, ഇല്ലാതാവും. ഈ അടിത്തട്ട് മുഴുവനായിട്ട് ഇളക്കി മറിച്ച് ഈ കോടാനുകോടി രൂപയുടെ ഈ മണൽ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകും. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ കാലഘട്ടത്തിൽ ഓരോരോ മത്സ്യങ്ങൾ വന്ന് ഈ മുട്ടയിടുന്ന സ്ഥലമാണ് കൊല്ലം പരപ്പെന്ന് പറഞ്ഞ ഈ കടൽ. ഈ കൊല്ലം പരപ്പിൽ വന്ന് മത്സ്യങ്ങൾ വന്ന് അതാത് സമയങ്ങളിൽ ഓരോ മാസങ്ങളിൽ വന്ന് മുട്ടയിട്ട് മത്സ്യത്തിന് ഉൽപ്പാദനം ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് ഈ കൊല്ലം കടൽ. അപ്പോൾ അവിടെ ഈ മണൽ ഖനനം നമുക്ക് കൊല്ലത്താണ് നടക്കുന്നത്. ഞങ്ങൾ പത്രത്തിലും ടി വിയിൽ കൂടെയൊക്കെ കണ്ടുവരുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണ്. ഇത് എന്ത് വില കൊടുത്തും ഞങ്ങൾ എന്ത് ചെയ്യും, ഇതിനെ ശക്തമായിട്ട് എതിർക്കും. അതായത് മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, മത്സ്യബന്ധനമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലയിലുള്ള ആൾക്കാരും ഇതിനകത്ത് ശക്തമായിട്ട് ഇതിനെ എതിർക്കുന്നുമുണ്ട്. ചേട്ടാ, നിങ്ങൾ സംഘടനാപരമായിട്ട് ഇതിനെ തീർച്ചയായിട്ടും എതിർക്കുമെന്ന് അറിയാം. എന്തൊക്കെയാണ്? കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, കടലിൽ നിന്നാണ് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ എല്ലാം നടക്കുന്നത്. ഇതിനെയാണ് ഇപ്പോൾ ഈ കോർപ്പറേറ്റുകൾക്ക് വിറ്റു എന്നുള്ള ആരോപണം നിങ്ങളടക്കം ഉന്നയിക്കുന്നത്. അതെ, ഈ മണൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇവിടുത്തെ മത്സ്യസമ്പത്ത് നശിക്കും. മത്സ്യസമ്പത്ത് ഇവിടെ ഇല്ലാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളായ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങളുടെ ഉപജീവനമാർഗമാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിതമില്ല, ഞങ്ങൾക്ക് മരണമേ ഉള്ളൂ. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങളുടെ തൊഴിൽ മേഖലയാണ് അവർ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെതിരെ പൂർണ്ണമായിട്ടും, അതായത് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ ജീവമരണ പോരാട്ടമാണ്. ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം ഇല്ലുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളില്ല, മത്സ്യത്തൊഴിലാളി സമൂഹമില്ല ഇവിടെ. അപ്പോൾ അതിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും. ഏതറ്റം വരെ ഞങ്ങൾ പോകും. ഈ കടലിനെയും അത് മത്സ്യത്തൊഴിലാളികളെയും ബാധിക്കുന്ന ഏത് വിഷയത്തിനും ഏതറ്റം വരെയും പോകുമെന്നാണ് ഇവർ പറയുന്നത്. അതായത് ഈ കടൽ മണൽ ഖനനം നടത്തിക്കഴിഞ്ഞാൽ മത്സ്യങ്ങളുടെ പ്രജനനത്തിനെ ബാധിക്കുന്നു, മത്സ്യസമ്പത്തിനെ ബാധിക്കുന്നു, അത് ഇവരുടെ വരുമാനത്തെ ബാധിക്കുന്നു, അത് കൊല്ലം നഗരത്തെ ബാധിക്കുന്നു, കൊല്ലം ജില്ലയെ ആകമാനം ബാധിക്കുന്നു. ഈ മത്സ്യബന്ധന മേഖലയും ബന്ധപ്പെട്ട് നിൽക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളെ ബാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇത് എന്ത് വില കൊടുത്തും തടയുമെന്ന് തന്നെയാണ് പറയുന്നത്. അതിനുവേണ്ടി എന്ത് സമരത്തിനും, കടലിലാണെങ്കിലും ശരി കരയിലാണെങ്കിലും ശരി, ഏത് തരത്തിലുള്ള സമരവുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾ രംഗത്തിറങ്ങിയിരുന്നത്. നേരത്തെ തന്നെ കടലിൽ CITUവിൻ്റെ നേതൃത്വത്തിൽ, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITUവിൻ്റെ നേതൃത്വത്തിലടക്കം ഉൾക്കടലിൽ സമരം കണ്ടിരുന്നു. അങ്ങനെ വലിയ തോതിലുള്ള സമരം നടത്താനാണ് ഈ മത്സ്യത്തൊഴിലാളികൾ മുന്നിട്ട് ഇറങ്ങാൻ പോകുന്നത്.